നമുക്ക് 1 യോഹന്നാനിലേക്ക് പോകാം. 1 യോഹന്നാൻ വളരെ നല്ല ഒരു ലേഖനമാണ്. യോഹന്നാൻ്റെ ലേഖനങ്ങൾ അപ്പോസ്തലന്മാർ എഴുതിയ അവസാനത്തെ ലേഖനമാണിത്. യോഹന്നാൻ 1, 2, 3 വെളിപാടും, അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷവും. യോഹന്നാൻ ഏതാണ്ട് 90 വയസ്സുള്ളപ്പോഴാണ് ഇതെല്ലാം എഴുതിയത്. ഇതെഴുതുമ്പോൾ യോഹന്നാൻ ഏതാണ്ട് 60 കൊല്ലത്തെ അനുഭവ സമ്പത്തുണ്ട്. എന്നാൽ 1 യോഹന്നാനിൽ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അവൻ ഇത് എഴുതിയത്? 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 1 യോഹന്നാൻ 1:3. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അതുകൊണ്ട് ഈ മുഴുവൻ ലേഖനത്തിൻ്റെ ഉദ്ദേശം ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനുമാണ്. സഭ പണിയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. നിങ്ങൾക്ക് തമ്മിൽ മാത്രമേ കൂട്ടായ്മ ഉള്ളെങ്കിൽ അതൊരു സഭയല്ല, അതൊരു ക്ലബ്ബാണ്. എല്ലാവരും തമ്മിൽ കരുതുന്നു, സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ കൂട്ടായ്മയില്ല, ദൈവത്തോട് മാത്രമേ നിങ്ങൾക്ക് കൂട്ടായ്മയുള്ളൂ. അങ്ങനെയുള്ള ഒരു സഭ അതൊരു കൂടിവരവാണ്. എന്നാൽ ഒരു സഭ എല്ലാവരും വ്യക്തിപരമായ കർത്താവിനോട് ബന്ധമുണ്ടായിരിക്കുകയും തമ്മിലും. ഇത് തന്നെയാണ് ഒരു കുടുംബത്തിലും. ഭാര്യയും ഭർത്താവും തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അവർക്ക് ആദ്യം കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടാകണം. അതിനുശേഷം അവർക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകണം. അവൻ പറയാണ്, ഞങ്ങളിത് എഴുതുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനുമാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ഉള്ളപ്പം ഒരു കാര്യം സംഭവിക്കും. 1 യോഹന്നാൻ 1:4, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും നിശ്ചയമായിട്ടും. കവിഞ്ഞൊഴുകുന്ന സന്തോഷത്തിൻ്റെ രഹസ്യം നിരാശപ്പെടുന്നെന്നുള്ള സ്വാതന്ത്ര്യം കുറ്റപ്പാടിൽ നിന്ന് ദൈവത്തോടും തമ്മിലുമുള്ള കൂട്ടായ്മയിൽ നിന്നാണ്. കൂട്ടായ്മയെ തടയുന്ന കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം ദുർമനസാക്ഷിയാണ്. നിങ്ങളുടെ മനസാക്ഷിയെ കളങ്കപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം, അതിൽ നിന്ന് നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം. അത് നിങ്ങളുടെ കണ്ണിലൊരു കരട് വീഴുന്ന പോലാണ്. കരട് നിങ്ങളുടെ കണ്ണിലേക്ക് പോകുന്നു. അതിന് 2 കരട് വേണ്ട. ഒരു ചെറിയ കരട് നിങ്ങളുടെ കണ്ണിൽ പോയാൽ നിങ്ങളുടെ കണ്ണ് നീറിക്കൊണ്ടിരിക്കും. അത് കഴുകി കളയുന്നത് വരെ. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാകാം. നിങ്ങളത് നിർത്തിയിട്ട് പോയി കണ്ണ് കഴുകും. ആ ജോലി തുടരാൻ പറ്റാത്ത പോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളുടെ മനസാക്ഷിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനോടൊപ്പം നടക്കുകയാണ്. അത് നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണി അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ആ കാര്യത്തിന് പരിഹാരം കാണും. നിങ്ങൾക്ക് ആ കുത്തില്ലാതെ നിങ്ങളുടെ ജോലി തുടരുന്നെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അതിനർത്ഥം നിങ്ങളുടെ കണ്ണ് പോലെ അതിനെ ശുദ്ധമാക്കി സൂക്ഷിക്കുന്നില്ല. നിങ്ങളുടെ കണ്ണിൽ പോയ ആ കരട് നിങ്ങൾ ഗവനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? കുറച്ച് നാളിന് ശേഷം നിങ്ങൾ അന്ധനാവും. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണുനീര് വരുന്നെന്ന്? നിങ്ങളുടെ കണ്ണ് നിങ്ങൾ തുടർച്ചയായി അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ കണ്ണിനെ വെടിപ്പാക്കുകയാണ്. നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീര് അത് നിങ്ങളുടെ കണ്ണ് കഴുകാൻ വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ ഏറ്റവും വെടിപ്പുള്ള ഭാഗം നിങ്ങളുടെ കണ്ണുകളാണ്. കാരണം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം അത് കഴുകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ അത് കഴുകപ്പെടുകയാണ്. അതിനകത്തൊരു സന്ദേശമുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ മനസാക്ഷി. നിങ്ങൾ എത്ര തന്നെ സൂക്ഷ്മതയോടെ ഈ ലോകത്ത് ജീവിച്ചാലും നിങ്ങളുടെ കണ്ണിൽ കരട് പോകാം. നിങ്ങൾ തുടർമാനം കണ്ണടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ, കുഷ്ഠരോഗമുള്ളവർക്ക് അവർക്ക് എന്തോ ഒരു കുഴപ്പം അവരുടെ കണ്ണിന് സംഭവിക്കും. അവരുടെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല. കുഷ്ഠരോഗം അവിടെ അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കും. അതുകൊണ്ട് ഡോക്ടർമാർ ഒരു ഓപ്പറേഷൻ ചെയ്യും. ഡോക്ടർമാർ മറ്റൊരു മസിൽ അതുമായിട്ട്
ബന്ധിപ്പിക്കും. നിങ്ങൾ ചവയ്ക്കുകയോ മറ്റോ ചെയ്യുന്ന മസിൽ കണ്ണിൻ്റെ പീലുകളുമായിട്ട് കണക്ട് ചെയ്യും. അതുകൊണ്ട് അവർക്ക് എപ്പോഴൊക്കെ കണ്ണടയ്ക്കണോ അന്നേരം ചവച്ചാൽ മതി. അങ്ങനെയാകും കുഷ്ഠരോഗം ഒരാൾ കണ്ണടച്ച് തുറക്കുന്നത്. ഡോക്ടർമാർ പറയും ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നീ ഒരു കുരുടനായി മാറും. അവരുടെ കാഴ്ചശക്തി നശിക്കുന്ന കുഷ്ഠരോഗം കൊണ്ടല്ല, അവരന്ധരാകുന്നത് അവരുടെ കണ്ണ് ആവശ്യത്തിന് അടച്ച് തുറക്കാത്തത് കൊണ്ടാണ്. ഇതുകൊണ്ട് തന്നെയാണ് അനേക ക്രിസ്ത്യാനികളും അന്ധരായിരിക്കുന്നത്, ആത്മീകമായി ചെകിടരായിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുന്നെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ച ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കേൾക്കാൻ കഴിയും. നിങ്ങളുടെ ആത്മാവിൽ. നിങ്ങൾക്കിതറിയാമോ? ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. മത്തായി 4:4. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ്. അത് വേദപുസ്തകമല്ല. ഇത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടു വന്നതാണ്. പുറപ്പെട്ടു വരുന്ന ഇപ്പോഴത്തെ കാര്യമാണത് പറയുന്നത്. ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിലുള്ള സന്ദേശമാണത്. വേദപുസ്തകത്തിൻ്റെ 1-ാം താളിൽ നിങ്ങൾ എന്താ വായിക്കുന്നത്? 1-ാം നാളിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, 2-ാം നാളിൽ ദൈവം ഇങ്ങനെ കൽപ്പിച്ചു, 3-ാം ദിവസം ദൈവം ഇങ്ങനെ കൽപ്പിച്ചു, 4-ാം ദിവസം, 5-ാം ദിവസം, എല്ലാ ദിവസവും ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് വേദപുസ്തകത്തിൻ്റെ 1-ാം താളിലുള്ള സന്ദേശം. ദൈവം പറയുന്നു, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എനിക്ക് നിന്നോട് സംസാരിക്കണം. ആഴ്ചയിൽ 7 ദിവസമുണ്ട്, 7 ദിവസവും എനിക്ക് നിന്നോട് സംസാരിക്കണം. വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിലുള്ള സന്ദേശം അതാണ്. എന്നാൽ അനേകരും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? മനസാക്ഷി ശുദ്ധമല്ല. നിങ്ങളുടെ മനസാക്ഷിയിൽ പാപമുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കില്ല, നിങ്ങളുടെ കണ്ണുകൾ അന്ധവുമായിരിക്കും. നിങ്ങൾ ദൈവത്തെ കേൾക്കില്ല. അപ്പോൾ നിങ്ങൾ ജീവനെന്ന് പറയുന്നത് ജീവനായിരിക്കുകയല്ല, അത് ജഡീക ജീവിതമാണ്. യേശു പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് LIVE ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ്. അതുകൊണ്ട് ജീവിക്കേണ്ടത് എപ്പോഴും ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം കൊണ്ടാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് എന്ത് ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ഈ പ്രത്യേക കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം അവർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണത്? അതിനു മുമ്പുള്ള ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, ആ ദിവസങ്ങളിലൊന്നും നിങ്ങളുടെ മനസാക്ഷി പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല. പെട്ടെന്ന് ഞാനൊരു പ്രശ്നത്തിലായി, എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കണം, എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ കഴിയില്ല. കാരണം അത് കുരുട്ടായി. അതുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞുങ്ങൾക്കും ചെയ്യാം. നിങ്ങൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പം കർത്താവിനോട് ക്ഷമ ചോദിക്കുക. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ മുറിപ്പെടുത്തിയെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക. അതിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ കാര്യം ഇതാണ്. നിങ്ങളുടെ ഒരു ആവശ്യത്തിൽ കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടതെന്ന്. ദൈവം എന്നെ അങ്ങനെ വഴി നടത്തിയതിനായിട്ട് ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒന്നാമത് ചെയ്ത കാര്യം, ഞാൻ സ്നാനപ്പെട്ടത് 1961 60 കൊല്ലത്തിന് മുമ്പ് 61 ജാനുവരിയിൽ ഞാൻ മൊഴി യോധവും കർത്താവിന് കൊടുത്തു. ഞാൻ അന്നും നേവിയിൽ വർക്ക് ചെയ്യുകയാണ്. എന്നാൽ നല്ല മനസ്സാക്ഷി സൂക്ഷിക്കാൻ ഞാൻ പഠിച്ചു. ഞാൻ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തോട് ക്ഷമിക്കാനായിട്ട് പറയും. എനിക്ക് പാപത്തിന്മേൽ ജയമില്ലായിരുന്നു, എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ തെന്നി വീണാൽ ദൈവത്തോട് സഹായം ചോദിക്കും. എന്നെ കഴുകണേ, ശുദ്ധീകരിക്കണേ. കുറച്ചായിട്ട് ഞാൻ മനസ്സിലാക്കി ഞാനൊരു കുഞ്ഞിനെ പോലാണ്. ഞാൻ എൻ്റെ മനസ്സാക്ഷി ശുദ്ധമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം കർത്താവ് എന്നോട് പറയുന്നത് ഞാൻ കേട്ടു, ദൈവവചനത്തിലൂടെ. നേവിയിലുള്ള എൻ്റെ ജോലി വിടുവാനായിട്ട്. ഞാൻ സ്നാനപ്പെട്ടതിന് 3 കൊല്ലത്തിന് ശേഷം ദൈവം 1000 പേരിൽ ഒരാളെ മാത്രമായിരിക്കാൻ വിളിക്കുന്നത്. എന്നെപ്പോലെ മുഴുവൻ സമയ ശുശ്രൂഷയ്ക്കായി മറ്റുള്ളവരോട് ജോലിയിൽ വിശ്വസ്തരായിരിക്കുക. മറ്റേ 999 പേരും അവരുടെ ജോലിയിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. എന്നാൽ 1000-ൽ ഒരാളെ
പൂർണ്ണസമയ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നു. ഓ ദൈവമേ, അന്ന് ആ വിളി ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നേവിയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ എൻ്റെ ജീവിതം പാഴാക്കിയേനെ. എന്നാൽ ദൈവം അതിലും എത്രയോ മനോഹരമായ കാര്യം എനിക്ക് തന്നു. ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. 24 വയസ്സുള്ളപ്പം ദൈവം എന്നോട് പറയുന്നത് കേൾക്കാൻ എനിക്കിടയായി, അതിനോട് പ്രതികരിക്കാനും. എൻ്റെ ജോലിയിൽ നിന്നുള്ള രാജിക്കായിട്ട് ഞാൻ അപേക്ഷിച്ചപ്പം നേവിയുടെ ഹെഡ് ഓഫീസ് അത് നിരസിച്ചു. നിന്നെ വിടാൻ പറ്റില്ല, 4.5 കൊല്ലം വളരെ പണം മുടക്കി ഞങ്ങൾ നിങ്ങളെ പരിശീലിപ്പിച്ചു, ഒരു നേവൽ ഓഫീസറാക്കാൻ ഇപ്പോൾ നിനക്ക് രാജിവെച്ച് പോകണം. ക്ഷമിക്കണം, സാധ്യമല്ല. ഞാൻ വളരെ നിരാശനായി. ഞാൻ ചോദിച്ചു, കർത്താവേ, നീ പറഞ്ഞതാണോ? ഞാൻ ദൈവം എന്നോട് സംസാരിച്ച ആ വേദഭാഗം പിന്നെയും വായിച്ചു. എനിക്കത് വ്യക്തമായി. കർത്താവെ, പിന്നെന്തുകൊണ്ടാണ് അവർ അത് സ്വീകരിക്കാൻ? എന്താണ് കർത്താവ് എന്നോട് പറഞ്ഞെന്നറിയുമോ? വേദവചനത്തിൽ നിന്ന് തന്നെ. എൻ്റെ ഈ ചെവി കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിലാണ് ഞാനത് കേട്ടത്. ഫറവോൻ എന്താണ് മോശയോട് പറഞ്ഞത്? എൻ്റെ ജനം എന്നെ സേവിക്കേണ്ടതിനായിട്ട് അവരെ വിട്ടയക്കണമെന്ന് മോശ പറഞ്ഞു. ഫറവോൻ പറഞ്ഞു ഇല്ല. അപ്പോൾ മോശ ഇങ്ങനെ പറഞ്ഞു, ഓ ദൈവം വിളിച്ചതല്ല എന്നോ? ഇല്ല, മോശ അങ്ങനെ പറഞ്ഞില്ല. ദൈവം എന്നെ വിളിച്ചു. എന്നാൽ ഫറവോൻ പറയുന്നു ഇല്ല. ദൈവം എന്നോട് പറഞ്ഞു, മോശ എന്താണ് അവിടെ ചെയ്തത്? അവൻ പിന്നെയും ഫറവോൻ്റെ അടുക്കൽ പോയി ജനത്തെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെയും അവൻ നിരസിച്ചു. പിന്നെയും അവൻ പോയി. അവസാനം അത് സംഭവിച്ചു. ദൈവവചനത്തിൽ നിന്ന് എൻ്റെ ഉത്തരം കിട്ടി. അതുകൊണ്ട് പിന്നെയും ഞാൻ രാജിക്കായിട്ട് അപേക്ഷിച്ചു. പിന്നെയും അവർ പറഞ്ഞു ഇല്ല. ഞാൻ പിന്നെയും അപേക്ഷിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 2 കൊല്ലത്തിന് ശേഷം അവസാനമായിട്ട് ഹെഡ് ഓഫീസിലുള്ള അഡ്മിറൽ മാറി, പുതിയ ആൾ വന്നു. എൻ്റെ രാജി അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ദൈവമാണ് അഡ്മിറലിനെ മാറ്റിയത് എൻ്റെ രാജി സ്വീകരിക്കാൻ വേണ്ടി. പഴയ ആളിന് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ കേൾക്കുക എന്നുള്ളത് മനോഹരമായൊരു കാര്യമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ചോദിച്ചു, കർത്താവിന് ഞാൻ എന്ത് ചെയ്യണം? പല പല വ്യത്യസ്തമായ കാര്യങ്ങളിൽ. എൻ്റെ വിവാഹകാര്യത്തിൽ പോലും 1967 ഞാൻ പ്രാർത്ഥിച്ചു, ഇതാണോ കർത്താവ് നീ ശരിയായിട്ട് എനിക്ക് തരുന്ന ഭാര്യ? പിന്നെയും ദൈവത്തിൽ നിന്ന് വ്യക്തമായി ഞാൻ കേട്ടു. എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റി. ശരിയായ ഒരാളെ വിവാഹം കഴിക്കുന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുമ്പം നിങ്ങളുടെ ആ ശുശ്രൂഷയിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരാൾ. കഴിഞ്ഞ 52 കൊല്ലം അത് സത്യമായിരുന്നു. ഞങ്ങൾ കടന്നുപോയ അനേക പരിശോധനകളിൽ, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ 4 വർഷം ഞങ്ങൾ വളരെയധികം ദരിദ്രത്തിലായിരുന്നു. ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പോലും പണമില്ലായിരുന്നു. വളരെ വളരെ ദരിദ്രരായിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യ എന്നോടൊപ്പം നിന്നു. കാരണം അത് ദൈവത്താലാണ്. അതുകൊണ്ട് എല്ലാ ചുവടിലും ദൈവത്തെ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ദൈവം സഭകളെ ആരംഭിക്കാനായിട്ട് തുടങ്ങി. ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ക്ഷണിക്കുന്ന എല്ലായിടത്തും നീ പോകരുത്. എനിക്ക് 100 കണക്കിന് ക്ഷണങ്ങൾ വരാറുണ്ട്. ഞാൻ പറയില്ല. എനിക്ക് ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ ഞാൻ പോകും. ഞാനൊരു ഉദാഹരണം പറയാം. 1983 ജാനുവരി മാസം കേരളത്തിൽ നിന്ന് എനിക്കൊരു ക്ഷണം വന്നു. അത് വളരെ വലിയ ഒരു പെന്തക്കോസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. 1000കണക്കിന് ആളുകൾ സംബന്ധിക്കുന്നത്. അവിടുത്തെ പ്രധാന പ്രസംഗനായിട്ട് എന്നെ ക്ഷണിച്ചു. അതേ സമയത്ത് തന്നെ കേരളത്തിലുള്ള വളരെ കുറച്ച് പേര് കൂടുന്ന ഒരു സഭയിൽ നിന്ന് എന്നെ ക്ഷണിച്ചു. 15ഓ 20ഓ പേരുള്ളൂ. അവരുടെ വീട്ടിലാണ് അവരെന്നെ ക്ഷണിച്ചു. രണ്ടും ഒരേ സമയത്താണ്. സാധാരണ പ്രസംഗകരായിട്ടുള്ളവർ 10,000 പേര് വരുന്ന അത് തിരഞ്ഞെടുക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു അല്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ ആഗ്രഹം നീ 10,000 പേര് പോകുന്ന അവിടെ പോകണമെന്നല്ല, ഈ 10ഓ 15ഓ പേരുള്ളിടത്തേക്ക് പോവാം. ഞാൻ പറഞ്ഞു ശരി. ആ വലിയ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിനെ ഞാൻ എഴുതി, സോറി എനിക്ക് വരാൻ കഴിയില്ല. ഈ ചെറിയ സഭയ്ക്ക് ഞാൻ എഴുതി, ഞാൻ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നു, ഞാൻ വരാം. ഞാൻ 83 ജാനുവരിയിലാണ് അവിടെ പോകുന്നത്. അങ്ങനെ ആണ് കോട്ടയത്തുള്ള സഭ ആരംഭിക്കുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭ. അവിടെ നിന്നാണ് കേരളത്തിൽ പലയിടത്തും സഭകൾ ഉണ്ടായത്. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ എന്ത് നഷ്ടപ്പെടുത്തുമായിരുന്നു
ഞാൻ മറ്റേ ആ ക്ഷണം സ്വീകരിച്ചിരുന്നെങ്കിൽ. തമിഴ്നാട്ടിലും ഇതേ കാര്യം സംഭവിച്ചു. ഞാൻ ആദ്യമായിട്ട് തൂത്തുക്കുടിയിൽ പോയ സമയത്ത് 83 ജാനുവരിയിൽ അതേ സമയത്ത് ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കി, നീ ദൈവത്തെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ പദ്ധതിയുണ്ട്. അവന് എന്നേക്കാൾ നന്നായിട്ട് അറിയാം എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ദൈവത്തെ കേൾക്കുന്നത് തുടങ്ങുക. നിങ്ങൾ പറയും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം അത് തുടങ്ങേണ്ടത്. ഒരു നല്ല മനസ്സാക്ഷി ആദ്യം ഉണ്ടാകട്ടെ, മറ്റേതെല്ലാം മറന്നു കളയുക. എന്നെപ്പോലെ സഭ സ്ഥാപിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകില്ല. അതെൻ്റെ വിളിയാണ്, നിങ്ങളുടെ വിളി വ്യത്യസ്തമായിരിക്കാം. അതേപ്പറ്റി വിഷമിക്കണ്ട. എന്നാൽ നിങ്ങളൊരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവം നിങ്ങളെ വഴി നടത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൊച്ചു കാര്യങ്ങളിലും അവന് താല്പര്യമുള്ളവനാണ്. നിങ്ങളുടെ തലയിലെ മുടി പോലും അവന് താല്പര്യമുള്ളതാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ അവന് താല്പര്യമില്ലേ? നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും. ഞാൻ ഓർക്കുന്നു, എൻ്റെ 4 മക്കൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പം, അത് വളരെ വലിയൊരു തീരുമാനമാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തു, വേണമെന്നോ വേണ്ടാന്നോ. ഇന്ന് ഞാൻ അവരുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കുമ്പം, കർത്താവെ, അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടി യഥാർത്ഥ ആളെ തന്നെയാണ് നീ കൊടുത്തത്. ഓരോരുത്തർക്കും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ദൈവത്തെ കേൾക്കുന്ന കാര്യം നിങ്ങൾ വളർത്തിക്കൊണ്ട് വരണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളവനെ കേൾക്കുകയാണ്. അവനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആഴമായ കൂട്ടായ്മ ഉണ്ടാകുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കുക, ഞാൻ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ്. പ്രാഥമികമായിട്ടും അവൻ എൻ്റെ മനസ്സാക്ഷിയോടാണ് സംസാരിക്കുന്നത്. മറ്റു കാര്യങ്ങളെ ഞാൻ ഇവിടെ പോകണമോ അവിടെ പോകണമോ അത് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ സമയമെടുത്തെന്ന് വരും. എന്നാൽ മനസ്സാക്ഷിയുടെ ശബ്ദം നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കാൻ കഴിയും. കാരണം നിങ്ങൾക്കത് അനുഭവിക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വാക്കിൽ കൂടെ ഭാര്യയെ മുറിപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ, മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുക. ദൈവത്തോട് പോയി ക്ഷമ ചോദിക്കുക. നിൻ്റെ പങ്കാളിയോടും ക്ഷമ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടോ നിങ്ങളുടെ മാതാപിതാക്കളോടോ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ എൻ്റെ ഈ ഉപദേശം കേട്ടാൽ, ഉദാഹരണത്തിന് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളൊരു ചെറിയ കള്ളം പറയാനായിട്ട് പരീക്ഷിക്കപ്പെടുന്നു. നിങ്ങളുണ്ടാക്കിയ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ആരും അത് മനസ്സിലാക്കിയില്ല, അതുകൊണ്ടൊരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടില്ലായിരിക്കും, എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും. നിങ്ങൾ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ബഹുമാനിച്ചാൽ നിങ്ങൾ ലജ്ജിക്കാൻ ദൈവം ഇടയാക്കുമെന്ന്? അസാധ്യമാണ്. അനേക കള്ളങ്ങൾ പറഞ്ഞ് അമേരിക്കയിൽ വന്ന ഒത്തിരി ആളുകളെ എനിക്ക് അറിയാം, ഒരു വിസ കിട്ടാൻ വേണ്ടി. ഞാനവരോട് പറയാണ്ട്, സഹോദര, നിനക്ക് എന്താണ് പ്രധാനപ്പെട്ടത്? അമേരിക്കയിലേക്കുള്ളൊരു വിസയാണോ അതോ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണോ? എൻ്റെ മക്കളെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ദൈവം ഇച്ഛിക്കാത്ത ഒരിടത്തേക്ക് നിങ്ങൾ പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം സംഭവിക്കും, നിങ്ങളുടെ ജീവിതം നരകതുല്യമാവും. നിങ്ങൾ എവിടെ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവിടെയാണ് നിങ്ങൾ പോകേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകാൻ നിങ്ങൾ കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സാമ്പത്തിക കാര്യം, ഓഫീസിലുള്ള കാര്യം. ഒരു കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരിക്കും. അങ്ങനെയാണ് ദൈവം നിങ്ങളെ പരിശോധിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ് നാം ജീവിക്കേണ്ടത്. സത്യം പറയുക. നിങ്ങൾ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ? പിശാച് എപ്പോഴും പറയും, നിങ്ങൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണോ, ഈ ഒരു കള്ളം നിന്നെ അവിടുന്ന് രക്ഷിക്കും. ഒരു കള്ളം ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും. പരിശുദ്ധാത്മാവ് പറയും, സർവശക്തനായ ദൈവം നിന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കും. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്നെ രക്ഷിക്കാൻ ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുമോ, അല്ലെങ്കിൽ ഈ കള്ളം എന്നെ ഈ
സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുമോ? നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ ഇത്തരം ശക്തമായ പ്രസംഗങ്ങളില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ ലോകം ഇത്രമാത്രം പിന്മാറ്റത്തിലേക്ക് പോയത്. ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവനും വിവാഹമോചിതരായവളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർ ക്രിസ്ത്യാനിയാണെന്ന് പറയും, അതിനുശേഷം അവർ പോയി വിവാഹമോചനം ചെയ്യും. മാനസാന്തരപ്പെടാത്തവരെ വിവാഹമോചനം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം. വീണ്ടും ജനിക്കപ്പെട്ടവരെന്ന് പറയുന്നവർ, പാസ്റ്റർമാർ, ക്രിസ്ത്യാനിത്വം എത്രമാത്രം ഒഴുകിപ്പോയിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണത്. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? അത് തുടങ്ങുന്ന ഒരു ചെറിയ കള്ളത്തിലൂടെയാണ്. ഒരു ചെറിയ കുഴപ്പം. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ഒരു ദിവസം തെരുവിൽ കൂടി നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നിൽക്കുക, ആ വൃക്ഷത്തിലേക്ക് നോക്കുക, അവിടെ സക്കായി എന്ന് പറയുന്ന ഒരാൾ ഇരിപ്പുണ്ട്. യേശു പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടു, ആ വൃക്ഷത്തിലിരിക്കുന്നവൻ്റെ പേരുൾപ്പെടെ. അവൻ മുകളിലോട്ട് നോക്കി പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വരിക. സക്കായി അത്ഭുതപ്പെട്ടു, എൻ്റെ പേരെങ്ങനെ അവൻ അറിയാവുന്നത്? അത് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. അങ്ങനെ അവൻ സക്കായിയുടെ കൂടെ അവൻ്റെ വീട്ടിൽ പോയി. ലൂക്കോസ് 19 വളരെ അത്ഭുതകരമായ ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം നിങ്ങളെ കാണിക്കാം. അത് വളരെ അത്ഭുതകരമാണ്. ലൂക്കോസ് 19 സക്കായി യേശുവും അവൻ്റെ വീട്ടിൽ ചെന്നു. നിങ്ങൾ വേദപുസ്തകം മുഴുവനും ഇങ്ങനെ ഒരു വാക്ക് കാണാൻ കഴിയില്ല. ലൂക്കോസ് 19 3-ാം വാക്യം, സക്കായി വളർച്ചയിൽ കുറുകിയവനായിരുന്നു. അവനൊരു കാട്ടത്തിമേൽ കയറി. യേശു ആ സ്ഥലത്തെത്തിയപ്പം മേളോട്ട് നോക്കി. കാരണം പരിശുദ്ധാത്മാവ് അവനോട് മേളോട്ട് നോക്കാൻ പറഞ്ഞു. വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നിന്നെ സന്ദർശിക്കുകയല്ല, എനിക്ക് പാർക്കണം ആ രാത്രി നിൻ്റെ വീട്ടിൽ. അവന് വളരെ സന്തോഷമായി. എന്നാൽ അവനൊരു മോശം ചുങ്കക്കാരനായിരുന്നു. എന്നാൽ അവൻ്റെ മോശപ്പെട്ട വഴികളെക്കുറിച്ച് മാനസാന്തരപ്പെടാൻ അവൻ ആഗ്രഹിച്ചു. എല്ലാവർക്കും അറിയാമായിരുന്നു അവനൊരു ചുങ്കക്കാരനാണെന്ന്. ജനം പറഞ്ഞു, അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി. അവൻ അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ വേറെങ്ങും കാണാത്ത വാക്ക് ഇതാണ്, 8-ാം വാക്യം, സക്കായി നിന്നു. വേദപുസ്തകത്തിൽ എങ്ങും കാണുന്നില്ല ഒരാൾ നിന്നതായിട്ട്, എങ്ങുമില്ല. ഞാൻ കാണുന്നത് സക്കായി യേശുവും കൂടെ ആ വീട്ടിലേക്ക് നടക്കുകയാണ്. അവൻ ആ വീടിൻ്റെ വാതിക്കലെത്തിയപ്പം സക്കായി നിന്നു. അവർ പറഞ്ഞ എന്താണെന്ന് ഞാൻ പറയാം. അതിവിടെ പറയുന്നതിൽ കൂടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സക്കായി കർത്താവിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ ഇച്ചിരി എൻ്റെ ഭാവന ഉപയോഗിക്കുകയാണ്. നീ കാണുന്നുണ്ടല്ലോ ഈ മനോഹരമായ വീട്, അത് ഞാൻ പണിതത് തെറ്റായ രീതിയിൽ ഞാൻ സമ്പാദിച്ച പണം കൊണ്ടാണ്. ഞാൻ ആളുകളെ വഞ്ചിച്ചു. ഞാനൊരു ചുങ്കക്കാരനായതുകൊണ്ട് അവർക്ക് എന്നെ ഭയമായിരുന്നു. ഞാൻ അവരിൽ നിന്ന് കൈക്കൂലി സ്വീകരിച്ചു, അവരുടെ കരം കുറച്ച് കാണിക്കാൻ. അങ്ങനെ ഞാൻ സമ്പാദിച്ച പണം കൊണ്ടാണ് ഈ വീട് പണിതത്. നീ ഈ വീട്ടിലാണോ താമസിക്കണമെന്ന് പറയുന്നത്? ഞാൻ അനുവദിക്കുകയില്ല. ഞാനിത് ശരിയായ പണം കൊണ്ട് പണിതതല്ല. വിശുദ്ധനായ ദൈവപുത്രന് ഇവിടെ വന്ന് അങ്ങനെ താമസിക്കാൻ കഴിയും. അതിനു മുമ്പ് ഞാനെടുത്ത ഒരു തീരുമാനം നിന്നോട് പറയാം. ആളുകളിൽ നിന്ന് ഞാൻ വഞ്ചിച്ചെടുത്ത സകല പണവും അതിൻ്റെ പലിശ ഉൾപ്പെടെ ഞാൻ മടക്കി കൊടുക്കും. അവൻ പറഞ്ഞു, പലിശ ഉൾപ്പെടെ 4 മടങ്ങ്. ഒത്തിരി പേരെ കബളിപ്പിച്ചിട്ടുണ്ട്. അവരെവിടാണെന്ന് എനിക്കറിയില്ല. ആ പണം എനിക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനത് ദരിദ്രർക്ക് കൊടുക്കുന്നു. ആ കാലത്ത് സഭയില്ല. ഇന്ന് നമ്മൾ സഭയ്ക്കാണത് കൊടുക്കുന്നത്, സഭയുടെ ബോക്സിൽ. ആ കാലത്ത് ദരിദ്രർക്കായിരുന്നു. അവൻ പറഞ്ഞു, നീതി അല്ലാതെ സമ്പാദിച്ച ഒരു പൈസ പോലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് വേണ്ട. കർത്താവേ, ഇനിയും നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം. യേശു പറഞ്ഞു, ശരി. യേശു ഇങ്ങനെ പറഞ്ഞില്ല, അതെല്ലാം നീ ആദ്യം കൊടുക്ക്, അതിന് ഒത്തിരി വർഷമെടുക്കും. സക്കായി, എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ ഇത് അർത്ഥമാക്കിയെന്നും നീ അത് ചെയ്യുമെന്നും ഞാൻ അറിയുന്നു. യേശു ഈ അത്ഭുതകരമായ കാര്യം പറഞ്ഞു. ഇവിടെ മാത്രമേ ഉള്ളത്, ഇവിടെ മാത്രമേ യേശു ഇങ്ങനെ പറഞ്ഞുള്ളൂ. ലൂക്കോസ് 19:9. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, കാരണം ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാണ്. എന്തുകൊണ്ടാണ് അബ്രഹാമിൻ്റെ സന്തതി? നിങ്ങൾ പഴയ നിയമത്തിൽ വായിക്കുന്നു,
അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ദാസന്മാർ തമ്മിൽ വസ്തുവകയെ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പം അബ്രഹാം പറഞ്ഞു, ലോത്തെ, നീ ഇളവനാണെങ്കിലും നിനക്ക് ആദ്യം തിരഞ്ഞെടുക്കാം, ഞാൻ പണത്തെ സ്നേഹിക്കുന്നില്ല. മറ്റൊരു സമയത്ത് അബ്രഹാം പോയി യുദ്ധം ചെയ്ത് ആ യുദ്ധം അവൻ ജയിച്ചപ്പം ആ കൊള്ള എടുത്തുകൊള്ളാനായിട്ട് സോദോം രാജാവ് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, ഇല്ല രാജാവ്, ഞാനൊരു ചെരുപ്പിൻ്റെ വള്ളി പോലും എടുക്കുകയില്ല. ഉൽപ്പത്തി 13, 14 അധ്യായങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക അവൻ്റെ പണത്തോടുള്ള മനോഭാവം അബ്രഹാമിൻ്റെ. ഇവിടെ അതുപോലുള്ള ഒരു മനുഷ്യൻ, ഇവിടെ സക്കായിക്കും പണത്തോടുള്ള അതേ മനോഭാവം. യേശു പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അങ്ങനെ ആ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ദ്രവ്യാഗ്രഹത്താൽ നഷ്ടപ്പെട്ടവനായിരുന്നു ഇവൻ. യേശു അവനെ രക്ഷിച്ചു. സഹോദരന്മാരെ, കള്ളം പറയുക എന്നുള്ളത് വളരെ പെട്ടെന്ന് വീണു പോകാൻ കഴിയുന്ന ഒരു പാവമാണ്. ദ്രവ്യാഗ്രഹവും ഇതുപോലെ പെട്ടെന്ന് വീണു പോകാൻ കഴിയുന്ന പാവമാണ്. പണം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരിക്കലും പാവമല്ല. പണത്തോടൊരു സ്നേഹമാണ് തെറ്റ്. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ 5000-ഓ 5 ലക്ഷമോ ഡോളർ സമ്പാദിക്കുന്ന ഒരാളായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, ശരി. എന്നാൽ അതിനെ സ്നേഹിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളിൽ ചിലർക്ക് കുറവും ചില മക്കൾക്ക് കൂടുതലും കൊടുക്കുന്നു. അതവൻ്റെ തിരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന കമ്മ്യൂണിസം അല്ല. അവിടെ എല്ലാവർക്കും ഒരുപോലെ വരുമാനം അല്ല. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ധനികരായ ആളുകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഫിലോമോൻ, അവൻ വളരെ ധനികനായ ഒരു ആളായിരുന്നു. അവന് ഒനോസിമോസ് എന്നുള്ള ഒരു ദാസനുണ്ടായിരുന്നു. ഒരാൾ യജമാനും ഒരാൾ ദാസനുമാണ്. ദൈവം സഭയിലെ പണമുള്ള ആളുകളും പണമില്ലാത്ത ആളുകളെയും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ പണത്തെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിലധികം. നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തെ സ്നേഹിക്കാതിരിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് സമ്പാദിക്കുക, അനാവശ്യമായി ചെലവഴിക്കാതിരിക്കുക, അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതുപോലെയുള്ള കൊച്ചു കാര്യങ്ങളാണ് നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സമായി വരുന്നത്. ഒരു ചെറിയ കള്ളം പറഞ്ഞ് കുറച്ച് പണം സമ്പാദിക്കുക, ചില കാര്യങ്ങൾ തെറ്റായി ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ $10,000 നേടിക്കാണും. എന്താണ് നീ നഷ്ടപ്പെടുത്തിയത്? നീ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് നഷ്ടപ്പെടുത്തിയത്. അതിന് എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല. അതല്ലേ വലിയ നഷ്ടം? അതുകൊണ്ട് ഇതുപോലെയുള്ള കൊച്ചു കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം അനന്തരഫലം നാം അനുഭവിക്കേണ്ടി വരും. നിങ്ങളൊരു കള്ളം പറയുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചതിക്കുമ്പോൾ, കുറച്ചുകൂടെ പണം കിട്ടാൻ വേണ്ടി നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു പ്രമാണത്തിൽ ഒപ്പിടുന്ന സമയത്ത്, അതുപോലെ പല കാര്യങ്ങളും. സത്യസന്ധരായിരിക്കുക. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഓർക്കുന്നു, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ, ഞാൻ ഓർക്കുന്നു എൻ്റെ മകൻ സുനിൽ ഇവിടെ കോളേജിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പം അവൻ്റെ കോളേജിൻ്റെ അവസാന വർഷം ജോലിക്ക് അപേക്ഷിച്ചു. അവൻ്റെ പഠിത്തത്തിൽ നന്നായിരുന്നു. അതുകൊണ്ട് അവനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ജോലിക്കായിട്ട് അവനെ ആദ്യം വിളിച്ചു. അതിൻ്റെ പേര് സോളമൻ സ്മിത്ത് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അങ്ങനെ അവൻ ആ ഇൻ്റർവ്യൂവിനായിട്ട് പോയി. അവർ പറഞ്ഞു, ശരി, നിനക്ക് ജോലി തരാം. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയതുകൊണ്ട് ആഴ്ചയിൽ 7 ദിവസവും ജോലിയാണ്. നിങ്ങളൊരു സ്ലീപ്പിംഗ് ബാഗുമായിട്ട് ഓഫീസിൽ വന്ന് ഓഫീസിൽ തന്നെ ഉറങ്ങണം, ആഴ്ചയിൽ 7 ദിവസവും. അവൻ പറഞ്ഞു, ഞായറാഴ്ച ചർച്ചിൽ പോകണം, നിനക്ക് ജോലി വേണമെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യണം. അവൻ തിരിച്ചു പോയി. പിന്നെ ഓറക്കൽ കമ്പനിയിൽ നിന്ന് അവനെ വിളിച്ചു. കാരണം അവൻ സോഫ്റ്റ്വെയറാണ് പഠിച്ചത്. അവിടെ 5 ദിവസം ജോലി ചെയ്താൽ മതി. എന്നാൽ ശമ്പളം മറ്റേതിൻ്റെ പകുതിയേ ഉള്ളൂ. ഞാൻ ഇന്ത്യയിലായിരുന്നു. അവൻ എനിക്ക് കത്തെഴുതി, ഡാഡി, എനിക്ക് ഈ 2 അവസരങ്ങളുണ്ട്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിയാം. 2 മടങ്ങ് സാലറി കിട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
എന്നാൽ ദൈവമക്കളുമായി കൂട്ടായ്മ കൂടാൻ സമയം കിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഞായറാഴ്ചയോ മറ്റോ ആണെങ്കിൽ കുഴപ്പമില്ല. വർഷാവർഷം അങ്ങനെ ജോലിയിൽ തിരക്കുള്ളവനായിരിക്കും. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അവൻ തന്നെ ആ തീരുമാനം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൻ അനുസരണം ഉള്ളവനായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇല്ല, ഞാൻ പറഞ്ഞു നീ തന്നെ തീരുമാനം എടുക്കുക. അവൻ എനിക്ക് എഴുതി, ഡാഡി ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിലെ ജോലി ഉപേക്ഷിച്ചു. കാരണം ഞാൻ പറഞ്ഞു ഞായറാഴ്ച എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. പകുതി ശമ്പളത്തിൽ ഓറക്കിളിലെ ജോലി ഞാൻ സ്വീകരിച്ചു. ഞാൻ അവനോട് പറഞ്ഞു നീ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാളാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിലും അതാണ് നീ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ആ തീരുമാനമെടുത്തത് 2000-ലായിരുന്നു. എന്നാൽ 2001 ന്യൂയോർക്കിൽ ട്വിൻ ടവർ തകർന്നു വീണ സമയത്ത് ഈ കമ്പനി അവിടെയായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു സുനിലെ, എന്താ സംഭവിച്ചെന്ന് നീ കണ്ടോ? നീ അവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെയും മാനിക്കും. ഞാൻ ചിന്തിക്കുന്നു നമുക്കെല്ലാവർക്കും ഇതുപോലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിരിക്കും. എന്നെ ആകർഷിക്കുന്ന ചില കാര്യം ഞാൻ വിട്ടുകളഞ്ഞപ്പം ഞാൻ ദൈവത്തെ മാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വളരെ ആകർഷണമുള്ള നേവിയിലെ ആ ജോലി വിട്ടുകളഞ്ഞപ്പം ദൈവത്തെ സേവിക്കാനായി ഞാൻ എൻ്റെ 4 മക്കൾക്കായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടിയും അവരുടെ ജീവിതത്തിൽ കുറഞ്ഞ പക്ഷേ ഒരനുഭവമെങ്കിലും അവർ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ആകർഷണമുള്ള ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു സത്യം പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്കെല്ലാവർക്കും അതിനുള്ള അവസരം ദൈവം കൊടുത്തതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുക ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അവിടെ ശരിയായ തീരുമാനമെടുക്കാൻ. ദൈവത്തോടുള്ള നിങ്ങളുടെ കൂട്ടായ്മ ആഴമുള്ളതാവും. പൂർണ്ണ ഹൃദയമില്ലാത്ത ക്രിസ്ത്യാനികൾ നിങ്ങളോട് പല ഉപദേശങ്ങളും പറയും. പലതരത്തിലുള്ള ഉപദേശം. നിനക്ക് ബുദ്ധിയില്ലേ, സുവർണാവസരം നഷ്ടപ്പെടരുത്. എന്ത് സുവർണാവസരം? ദൈവത്തോടുള്ള കൂട്ടായ്മയേക്കാൾ വലിയ സുവർണാവസരം എന്താ? ഒന്നുമില്ല. CFCയിൽ നാം ഉയർന്ന നിലവാരമാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അനേകരും നമ്മുടെ സഭയിൽ ചേരാത്തത്. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പുത്തരത്തക്കാരുടെ ഒരു സഭ പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരിൽ മിക്കവരും നരകത്തിലേക്കാണ് പോകുന്നത്. അവരിൽ പലരും നിത്യതയിൽ ദുഃഖിക്കേണ്ടി വരും. അവരെനിക്ക് നേരെ തിരിഞ്ഞ് നീ എന്തുകൊണ്ടാണ് സത്യം പറയാനെന്ന് എന്നെ കുറ്റപ്പെടുത്തും. നീ സത്യം പറയുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തില്ല. ഞാൻ ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ CFCയിൽ വന്നതിന് ശേഷം നിങ്ങൾ അന്ത്യന്യായവിധി സമയത്ത് എൻ്റെ നേരെ തിരിഞ്ഞ് നീ എന്നോട് സത്യം പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ ഒരുപക്ഷെ മുറിപ്പെടാം. നിങ്ങൾ മുറിപ്പെട്ടത് സത്യം കേട്ടിട്ടാണ്. അന്ത്യന്യായവിധി നാളിൽ നിങ്ങൾ ദുഃഖിക്കില്ല. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ എൻട്രൻസിന് പഠിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും ഉണ്ട്. അവരാളുകൾക്ക് കോച്ചിങ് കൊടുത്ത് മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിലും IITയിലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവർ പറയും നിങ്ങൾ ഞങ്ങളുടെ കോളേജിൽ ചേർന്നാൽ നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ നിശ്ചയമായിട്ടും കിട്ടും. ഞാൻ പറയും CFCയിലെ കോച്ചിങ് ക്ലാസ്സും ഇതുപോലെയാണ്. ഞാൻ പറയും നിങ്ങൾ യേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പം നിങ്ങൾക്കൊരു പശ്ചാത്താപവും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ വെറുതെ കേട്ടിട്ട് അനുസരിക്കാതെ നിങ്ങൾക്ക് സഭയിൽ തുടരാൻ കഴിയും. നിങ്ങൾക്ക് നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പം നിങ്ങൾ ദുഃഖിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സഹോദരന്മാർക്കായിട്ടും സഹോദരിമാർക്കായിട്ടും ഇവിടെയുള്ള കുടുംബങ്ങൾക്കായിട്ടും സ്തോത്രം. അവരെ അനുഗ്രഹിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യണേ. അവിടുത്തെ യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കാൻ സഹായിക്കണേ. എല്ലാവരെയും സഭയെ പണിയണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.